എല്ലാവർക്കും മഞ്ജൂസ് ഫുഡി സെറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ്. നമുക്കിത് ഒരുപാട് നേരം വഴറ്റിയിട്ടൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ ബിഗിനേഴ്സിനും പിന്നെ എന്നെപ്പോലെ കുറച്ച് മടിയുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറിയാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം, അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ബീഫ് ഇത് ഫ്രോസൺ ബീഫാണ്, ലുലുവിൻ്റെ ബോൺലെസ് ഫ്രോസൺ ബീഫ്. പിന്നെ ബീഫിൻ്റെ വേവ് നമുക്ക് കിട്ടുന്ന ബീഫിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ തന്നെ വേറെ കൺട്രീസിൻ്റെയൊക്കെ ബീഫ് മേടിക്കുമ്പോൾ ചിലപ്പോൾ 2-3 വിസിലുകൊണ്ടല്ലേ നന്നായിട്ട് വെന്തോ അങ്ങ് ഉടഞ്ഞു പോകുന്ന പോലെ കിട്ടാറുണ്ട്. ഇതിപ്പോൾ ഇന്ത്യൻ ബീഫ് ആയതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം വേവ് ഉണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്ത് കിട്ടുന്ന ബീഫിനനുസരിച്ചിട്ട് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും വേവിൽ. ഇനി നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുക്കാം. അതിലേക്ക് ആദ്യം ചേർക്കേണ്ടത് 2 സവോള നീളത്തിൽ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ അല്പം കറിവേപ്പില, ഒരു 1-2 പച്ചമുളക് നെടുകെ കീറിയത്, ഇനി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, വറുത്ത പൊടിയോ വറുക്കാത്തതോ ചേർക്കാം, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി, ഇനി പാകത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഇനി നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ആദ്യത്തെ ഒരു വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കുകയാണ്. അതിനുശേഷം നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വീണ്ടും ഒരു 4 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ഓരോരുത്തരുടെയും ബർണറിൻ്റെയും അതുപോലെ തന്നെ കുക്കറിൻ്റെയൊക്കെ സൈസിനനുസരിച്ചിട്ട് വിസിലിൽ ചെറിയൊരു വ്യത്യാസം വരാം. പിന്നെ നമുക്ക് കിട്ടുന്ന ബീഫിനനുസരിച്ചും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ആദ്യം തന്നെ ഒരു 5 വിസിൽ അടുപ്പിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ വേവിൽ വ്യത്യാസം വരുമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഒരു 3 വിസിലൊക്കെ അടുപ്പിച്ച് നോക്കുക. പിന്നെ അത് കുക്കർ തുറന്നതിന് ശേഷം വേവ് വീണ്ടും ആവശ്യമാണെങ്കിൽ മാത്രം വീണ്ടും വിസിലടുപ്പിച്ചാൽ മാത്രം മതി. ഞാനിപ്പോൾ ബീഫ് ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. 5 വിസിൽ വരെ എനിക്ക് ആവശ്യമായി വന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 മിനിറ്റാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കർ തുറക്കാതെ അങ്ങനെ ഒരു 15-20 മിനിറ്റ് നേരം അങ്ങനെ തന്നെ വയ്ക്കുക. അതിൽ കിടന്നിട്ട് ബീഫെല്ലാം ഒന്നുകൂടെ ഒന്ന് വെന്ത് വരും. ഇനി നമുക്ക് ബീഫ് കറിയുടെ ഫൈനൽ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് കൊത്തി വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കണം. നമുക്ക് ഒരു 2 മിനിറ്റ് നേരം കൊണ്ട് തന്നെ ഇത് നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, എണ്ണം പറയുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 20ഓളം ചുവന്നുള്ളി ഉണ്ട്, ഒരു ചെറിയ പീസ് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത്, പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തത്, ഇനി ഒരു പച്ചമുളക് നെടുകെ കീറിയത്, അല്പം കറി ലീവ്സ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം 1 ടേബിൾ സ്പൂൺ കൂടി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നീട് 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകം പൊടിച്ചത്. ഗരം മസാല അല്ല കേട്ടോ, അത് പെരുംജീരകം മാത്രമായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. ഇതിലിപ്പം മുളക് പൊടിയുടെ അളവ് വെറും 1 ടേബിൾ സ്പൂൺ മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. കൂടുതലായിട്ട് കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും ആ ഒരു ടേസ്റ്റാണ് വേണ്ടത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണമെങ്കിൽ ഇതിൻ്റെ എല്ലാ അളവ് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് ഒന്ന് മൂത്ത സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്.
ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കൂടി ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കണം. ഓൾറെഡി ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുള്ളതാണ്, എങ്കിലും ഈ മസാലയിൽ കിടന്നിട്ട് ഇതൊന്നും കൂടി വെന്ത് കഴിഞ്ഞാൽ അതിന് ഒന്നും കൂടി ടേസ്റ്റ് കൂടി വരും. അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കിത് തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് കറി കൂടുതൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി. പച്ചവെള്ളം ചേർക്കരുത്. ഇതിൽ എണ്ണയൊക്കെ നന്നായിട്ട് തിളഞ്ഞിങ്ങനെ മുകളിലേക്ക് വരുന്ന അതുവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇതിപ്പോൾ ചോറിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കറിയാണ്, അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ ഞാൻ ഓഫ് ചെയ്യുകയാണ്. ഇപ്പോൾ കുറച്ച് നേരം കൂടി ഇത് ഇരുന്ന് കഴിഞ്ഞ് ഒന്നും കൂടി ചാറെല്ലാം കുറുകി വരും. അതല്ല, ഇനി ഇത് നന്നായിട്ട് വരട്ടിയ മാതിരി വേണമെച്ചാൽ ഈ വെള്ളം വറ്റുന്നത് വരെ ഏതാണ്ട് ഒരു 10 മിനിറ്റോളം നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മാത്രം മതി. അങ്ങനെ വരട്ടിയ മാതിരി കഴിക്കുകയാണെങ്കിൽ ശരിക്കും ഇത് പിറ്റത്തെ ദിവസം കഴിക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം കൂടി തേങ്ങക്കൊത്ത് ഉള്ളിയും അതുപോലെ തന്നെ എണ്ണയൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കാം. അതൊക്കെ കൂടുന്നതിനനുസരിച്ചിട്ട് ബീഫിൻ്റെ ടേസ്റ്റ് കൂടി വരികയുള്ളൂ. അപ്പോൾ ഇത് വളരെ എളുപ്പമല്ലേ, നമുക്ക് ഒരുപാട് നേരം വഴറ്റിയിട്ടൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരോടും ബായ്.